എല്ലാം മറക്കണമെന്ന് പറഞ്ഞില്ലേ? മറക്കാം. എന്റെ വാശിയും എന്റെ വൈരാഗ്യം ഒക്കെ ഞാൻ മറക്കാം. പക്ഷേ പഴയ ജന്മത്തിൽ എന്നോ കണ്ട് കൊതി തീരാത്തൊരു മുഖമുണ്ട്. ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും. ഉണർന്നുവോ മൂളം തണ്ടിലൊരീണം, പൊഴിഞ്ഞുവോ മണിച്ചുണ്ടിലുണ്ടൊരു തേൻകണം. ഉണർന്നുവോ മൂളം തണ്ടിലൊരീണം, പൊഴിഞ്ഞുവോ മണിച്ചുണ്ടിലുണ്ടൊരു തേൻകണം. തനിച്ചു പാടിയ പാട്ടുകളെല്ലാം നിനക്കു ഞാൻ എന്റെ നൈവേദ്യമാക്കി. കൂടെ വിടെ മുല്ലക്കാട് വിടെ, ചെല്ലക്കാറ്റിനോടാ കഥ പറയുകില്ല. I may look 20 plus, am I? Okay, 30 plus? 40? Okay, I consider myself just 18 plus. ഞാനൊരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ 100% ക്രെഡിറ്റ് എൻ്റെ അപ്പനുള്ളതാണ്. കാരണം ഒരു ബിസിനസ്സുകാരൻ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ആൾക്കാരെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ വില കൽപ്പിച്ചിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ അപ്പനിൽ നിന്നാണ് കണ്ടുപഠിച്ചിട്ടുള്ളത്. ചാക്കോച്ചന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ ജീവിത വിജയത്തിൽ 3 സ്ത്രീകളാണുള്ളത്. 1 എൻ്റെ അമ്മൂമ്മ, 2 എൻ്റെ സ്വന്തം അമ്മ, 3 എൻ്റെ ഭാര്യ. എനിക്ക് ഒരു നല്ലൊരു കാമുകിയും കാമുകി തന്നെ പിന്നീട് ഒരു നല്ല ഭാര്യയുമായിട്ട് എനിക്ക് ലഭിച്ചു. അവളുടെ കമ്പനി എൻജോയ് ചെയ്യുന്നു, അവളുടെ തമാശകൾ ആസ്വദിക്കുന്നു, ചെറിയ ചെറിയ വഴക്കുകൾ, ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നു. ഞാൻ ക്വൈറ്റ് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഫാമിലി ലൈഫ് ഞാൻ പൂർണ്ണമായിട്ടും സന്തുഷ്ടനാണ്. സഹാസ് ബോബൻ കുഞ്ചാക്കോ. ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും പുറത്തോട്ട് പോവുകയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചെറിയ ചെറിയ ഭാവ വ്യത്യാസങ്ങളൊക്കെ മുഖത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ ബോഡി ടേക്ക് കെയർ ചെയ്യാൻ, വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് അവൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഡെയിലി ഒരു 6 പ്രാവശ്യമെങ്കിലും നമ്മൾ വാഷപ്പ് ചെയ്യാറുണ്ട്. അവൻ്റെ ഓരോരോ കാര്യങ്ങളും ഓരോ ദിവസങ്ങളും പുതിയ പുതിയ കുരുത്തക്കേടുകൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ഒരു ഫാമിലി മാനാണ്. ആദ്യത്തെ സിനിമ എന്തുകൊണ്ടും മനസ്സിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ്. ഒരു ക്യാമ്പസ് ഹീറോ എന്ന ലേബിൾ ചാർത്തി തന്നത് നിറവാണ്. നല്ലൊരു നടൻ എന്നുള്ള നിലയിൽ അംഗീകരിച്ച സിനിമ എന്ന് പറയുന്നത് കസ്തൂരിമാൻ, ഈ സ്നേഹതീർത്ത്. അതിനാണ് എനിക്ക് സ്പെഷ്യൽ ജൂറി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ഞാൻ ചൂസ് ചെയ്ത സിനിമകൾ മോശം സിനിമകളായിരുന്നിരിക്കാം. എനിക്ക് നായികമാരെ കിട്ടാൻ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഒരുപാട് നായികമാരെ ഞാൻ വിളിച്ചിട്ട് അടുത്ത പടത്തിൽ അങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഒന്ന് വലിഞ്ഞു നിന്നിട്ടുണ്ട്. സിനിമയിൽ നിന്നും ഞാൻ തടയപ്പെടേണ്ട സാധ്യത വളരെ കാര്യമായിട്ടുണ്ടായിരുന്നൊരവസ്ഥ മനസ്സിലാക്കിയപ്പോഴാണ് സിനിമയിൽ നിന്ന് ഞാൻ മനഃപൂർവ്വം വിട്ടു മാറിയത്. ഞാനും ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന സമയത്താണ് രാജേഷ് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഒരു പരാജയപ്പെട്ട സംവിധായകൻ, ഞാനും ഒരു പരാജയപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വീണ്ടും ഞാൻ സിനിമയിലേക്ക് വന്നത് സിനിമ എനിക്ക് വേണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പരിശ്രമിച്ച് നേടിയെടുത്തതാണ്. If you love what you do,
എന്തായാലും അതിൽ സക്സീഡ് ചെയ്യും. Always expect the most unexpected. കൺചിമ്മിയോ നിൻജാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി എൻ രാവുകൾ കാറ്റായി വരും നിന്റെ കാൽ താളവും തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി വേലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാരെന്തേ നീ നിൽപ്പൂവിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ കനവറിയാതേതോ കിനാവു പോലെ മനമറിയാതെ പാറിയ മനസരസോരം പ്രണയനിലാക്കിളി നീ ശാന പാടി ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഐ ആം സ്റ്റിൽ റിഗാർഡഡ് ആസ് റൊമാന്റിക് ഹീറോ.